ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഇൻ്റർനാഷണൽ പ്രോഗ്രാമിന് പോവാണ്. തലശ്ശേരി പ്രാണ ഡാൻസിന് വേണ്ടി പോവാണ്. അപ്പം നമ്മൾ അടിച്ചു പറ്റും. അപ്പോൾ ഗൈസ് പുലർച്ചെ 3 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ തലശ്ശേരിക്ക് പോവാണ് പ്രാണ ഡാൻസിന് വേണ്ടിയിട്ട്. ഇൻ്റർനാഷണൽ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. ബൈ. സെറ്റായി കളിച്ചിട്ട് വരാം. ബൈ ബൈ. ടാറ്റാ. അപ്പോൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ ബസ് കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ കണ്ണൂർക്ക് പോണ ബസ് നമ്മൾ വിളിച്ചത് സൗമ്യ ട്രാവൽസാണ്. ബസ്സിലായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ ബസ് കയറിയിട്ട് എല്ലാവരും സീറ്റിംഗ് ആയിട്ടോ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത് 3:30-ക്കാണ് രാവിലെ പുലർച്ചെ. അവിടെ എത്തുമ്പോൾ 9 മണിയൊക്കെ ആയി. അപ്പൊ നമ്മൾ സെറ്റായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. എന്റെ അരിക്കുട്ടിക്കുണ്ട്. ഞാൻ സുഖം പോറത്. ബൈ ബൈ. പറഞ്ഞിട്ട് അപ്പോൾ ഗൈസ് ഞങ്ങൾ പാട്ട് പാടാൻ തുടങ്ങിയിട്ടോ. ഞങ്ങളുടെ പാട്ട് കേട്ട് അവരെല്ലാവരും ഉറങ്ങി ഗൈസ്. ഇവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പാട്ട് കേട്ട് ഇറങ്ങി ഓടാൻ പറ്റൂല്ല, പോകും വേണമെന്നുള്ള ഒരവസ്ഥയായിരുന്നു ഗൈസ്. ഞങ്ങളെല്ലാവരും വെറുപ്പിച്ചു പാട്ട് പാടിയിട്ട് അവിടെ എത്തണം വരെ. അപ്പം അങ്ങനെ പാട്ട് പാടിയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അഞ്ജന ചാഞ്ഞ് ഉറങ്ങിയിരിക്കുന്നു ഗൈസ്. അഞ്ജന ഒന്ന് നെട്ടി ഉണർന്നിട്ട് പിന്നെ ഒന്ന് എല്ലാവരും ഒന്ന് നോക്കും, പിന്നെ അങ്ങനെ ഉറങ്ങും ഗൈസ്. നീയോ പെട്ടെന്ന് അങ്ങനെ നമ്മൾ പാട്ടും ഡാൻസും ഒക്കെ കളിച്ച് അവിടെ എത്തി. അവിടെ 9 മണിയായിട്ട് ഗൈസ്. അവിടെ എത്തുമ്പോൾ വണ്ടി നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ചേരം ഇരുന്ന് കഥ പറച്ചിലായിരുന്നു ഗൈസ്, ഓരോ കഥകൾ. നമുക്ക് ചന്തയിൽ നിന്നും ബസ്സിലേക്ക് പോകാൻ ഒരു വണ്ടി ആവശ്യമാണ്. ആര് വണ്ടി തരും? എന്തുവാണ്? എന്റെ ബാഗിൽ ബുക്കും പലതര സാധനങ്ങളുമുണ്ട്. അങ്ങനെ നമ്മൾ കുഞ്ഞാറ്റയുടെ ഓരോ പൊട്ടത്തരൊക്കെ കേട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ഗൈസ്. നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് മേക്കപ്പിന് ഇരുന്ന് കഴിഞ്ഞു. അഞ്ജനയുടെ ഒരുമാതിരി മേക്കപ്പൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുല്യാണ്. അങ്ങനെ എൻ്റെയും അഞ്ജനയുടെയൊക്കെ കഴിഞ്ഞു. നമുക്ക് ലിപ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. നമ്മുടെ മേക്കപ്പ് സാറുടെ പേര് രമേശ് സാർ എന്നാണ്. അമ്മ ക്ഷീണിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്, ഓടിയിട്ട്. അങ്ങനെ നമ്മൾ 7 പേരാണ് മോഹിനിയാട്ടം ചെയ്യാൻ ഒരുങ്ങിയത്. 7 പേരുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. സ്റ്റേജിൽ കയറാൻ നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ സ്റ്റേജിൽ കയറി. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പേടി ഉണ്ടായിരുന്നു. കുറേ നാളത്തെ പ്രാക്ടീസോട് കൂടിയാണ് ഞങ്ങൾ കയറിയത്. ഡാൻസ് ടീച്ചറുടെ ഒരു വാക്ക് തെറ്റിയാലും കുഴപ്പമില്ല, നന്നായി ചിരിച്ച് കളിക്കണം എല്ലാവരും എന്നായിരുന്നു. ഞങ്ങളെല്ലാവരും ലാസ്റ്റ് വരെ നന്നായി ചിരിച്ച് കളിച്ചു. അങ്ങനെ മോഹിനിയാട്ടം കഴിഞ്ഞതും ഭരതനാട്യമായിരുന്നു. ഒരു 4 മണി ടൈമിലായിരുന്നു അവരുടെ ഡാൻസ്. ചെറിയ കുട്ടികളുടെ. അവരുടെ അത്ര വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, മേക്കപ്പ് വീഡിയോസൊന്നും.
ഞങ്ങൾ സ്റ്റേജിൻ്റെ അവിടെ ആയിരുന്നു മോഹിനിയാട്ടം സ്റ്റുഡൻസ് എല്ലാവരും. അവരും ഇതുപോലെ അടിപൊളിയായി ചിരിച്ച് കളിച്ചു കേട്ടോ. അങ്ങനെ നമുക്ക് പ്രാണ ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടി ഗൈസ്. എല്ലാവർക്കും 7 മോഹിനിയാട്ടം 7 ഭരതനാട്യം കുട്ടികൾക്കും നല്ല സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ്. ബൈ ബൈ. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടോ ബസ് ഫുഡ് കഴിക്കാൻ. ബസ് എടുത്തു കേട്ടോ ഗൈസ് കോഴിക്കോട് നിന്ന്. പിന്നെ നമ്മൾ തുള്ളിച്ചാടാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തി ഗൈസ്. ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെന്താണ് ഇങ്ങനെ ചിരിക്കണമെന്ന് വെച്ചാൽ ഇവർ രാത്രി ഉറങ്ങിയ കാര്യങ്ങൾ പറയായിരുന്നു ഗൈസ്. അങ്ങനെ ബാക്ക് സീറ്റ് കാലിയായപ്പോൾ ഞങ്ങൾ അവിടെ കിടന്നു ഗൈസ്, ഞാനും ആര്യയും. അങ്ങനെ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി വീടെത്തിട്ടോ. ഇതാണ് ഗൈസ് നമ്മൾ പോയ വണ്ടി കേട്ടോ, സൗമ്യ ട്രാവൽസ്.